വളരെ ആരോഗ്യപ്രദമായ സാധനങ്ങളും പിന്നെ വളരെ ചെലവ് ചുരുങ്ങിയ സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ അധികം പ്രയാസമൊന്നുമില്ല, പക്ഷെ വളരെ ഹെൽത്തി ഐറ്റമാണ് ഇത് കേട്ടോ. ഇന്നത്തെ റെസിപ്പി വളരെ ചെലവ് ചുരുങ്ങിയ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചക്കക്കുരു എല്ലാം എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. ഇനി ഇല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വില ഉണ്ടാവില്ല. പുറത്തെല്ലാം ഭയങ്കര വിലയാണ് അതിന്. അപ്പോൾ അത് വെച്ചാണ് വളരെ ആരോഗ്യകരമായ ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. വേറെ ഒന്നുമല്ല, ചക്കക്കുരു കബാബ്. ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ് കേട്ടോ. എന്താ അറിയാം, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ 1K സബ്സ്ക്രൈബേഴ്സായി. അപ്പം അതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നേറാമെന്ന് വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനൽ. അതുപോലെ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ എല്ലാവരും പെരുന്നാളെല്ലാം ആഘോഷിച്ച് സന്തോഷത്തിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇതാ ചക്കക്കുരു കബാബ് ഉണ്ടാക്കാൻ ഞാനിതാ ഒരു 80 ചക്കക്കുരു ഉണ്ട് ഇത് കേട്ടോ. എന്നിട്ട് ഈ ചക്കക്കുരുവിൻ്റെ ഈക്വലായിട്ട് വെള്ളം വെച്ചതാണ്. ഇപ്പം അത് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസില്, അത് കഴിഞ്ഞിട്ട് ഫുൾ ലോ ഫ്ലെയിം, അങ്ങനെ ഒരു 4 വിസിലും അടുപ്പിച്ചു. ഇനി ഇത് നമുക്കൊന്ന് വെള്ളം വാർക്കണം. പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ അത് തണിയട്ടെ. അപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കണം. ഒരു ക്യാരറ്റ്, ഒരു ബീറ്റ്റൂട്ട്, 2 ചെറിയ ഉള്ളി, ചെറിയല്ല മീഡിയം സൈസ് സവാള, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഇതാ മല്ലിച്ചപ്പ്. മല്ലിച്ചപ്പ് പറഞ്ഞാൽ ഇത് ആഫ്രിക്കൻ മല്ലിച്ചപ്പ്, ഇവിടെ തന്നെ ഉണ്ടായതാണ്. മറ്റേ മല്ലിച്ചപ്പിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വരാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചക്കക്കുരു നല്ലപോലെ ചൂടും തണിയും. അതും തോല് പൊളിച്ചെടുക്കണം. ചക്കക്കുരു പൊളിക്കാൻ എളുപ്പമാർഗം. അപ്പം നമ്മൾ ചക്കക്കുരു എടുത്തിട്ട് അതിൻ്റെ കണ്ണില്ലേ, ഇവിടെ ഇതാ കണ്ണ്, അവിടെ വെച്ചിട്ട് ഇങ്ങനെയായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ബ്രൗൺ കവറിങ് ഇത് പോക്കരുത് കേട്ടോ. ഇത് വളരെ പോഷക ഗുണമുള്ള സാധനമാണ്. അപ്പം ഇതാ ഞാൻ എല്ലാ ചക്കക്കുരും പൊളിച്ച് കഴിഞ്ഞു കേട്ടോ. ഒന്നും കൂടെ ഉണ്ട്, ലാസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാ ഇതിൻ്റെ കണ്ണുണ്ടല്ലോ, ആ നേരെ വെച്ച് ഒറ്റ കട്ട് ചെയ്യൽ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ തോല് പോക്കിയിട്ട് ഇതെടുക്കുക. ചക്കക്കുരു എല്ലാം പൊളിച്ച് കഴിഞ്ഞു, നമ്മൾ കഷ്ണങ്ങൾ മുറിച്ച് കഴിഞ്ഞു. ഒരു ഫ്രൈങ് പാൻ അകത്ത് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക കേട്ടോ. സ്റ്റീലാണ്, അതുകൊണ്ടാണ് കുറച്ച് പുക ഓടിയത്. ഇനി അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചെറുങ്ങനെ വറുത്തെടുക്കുക കേട്ടോ. അത് മതി. ചൂട് കൂടുകയാണെങ്കിൽ താഴെ ഇറക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളുണ്ടല്ലോ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പച്ചമുളക് എല്ലാം, ഇതെല്ലാം ഇതിലിട്ട് കൊടുക്കും. കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി കുറച്ചൊരു ഫ്ലെയിം കൂട്ടി കൊടുക്കുക കേട്ടോ. അധികം വേണ്ട, ഇപ്പം വളരെ ലോ ആണ്, കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി പെട്ടെന്ന് ഒരു 3 മിനിറ്റ് പോലെ ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇതാ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഞാനൊരു 4 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഫുള്ളി കുക്ക്ഡ് അല്ല, ഒരു സെമി കുക്ക്ഡായി. ഇനി ഇതൊന്ന് തണിയണം കേട്ടോ. ഇതും തണിയട്ടെ. നമ്മുടെ ചക്കക്കുരു കുറച്ച് നേരം തണിയാൻ വെക്കാം കേട്ടോ. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു. ഇപ്പം ഇതാ ഇത് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതാ ഈ ചക്കക്കുരു ഇല്ലേ, നമ്മൾ ആദ്യം വേവിച്ച് മുറിച്ച് വെച്ച ചക്കക്കുരു ഇടുക. കുറച്ച് ഇതും ഇടുക, നമ്മുടെ വെജിറ്റബിൾ ഇതാ ഇതും കുറച്ച് ഇടുക. നിങ്ങൾക്ക് കുറച്ചുള്ളെങ്കിൽ ഒരു ട്രിപ്പിൽ അരയ്ക്കുക. അതിപ്പോൾ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ട്രിപ്പിൽ അരയ്ക്കണം. പിന്നെ പാകത്തിന് ഇതിലേക്ക് തന്നെ ഉപ്പിടുക. കല്ലുപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ചേർക്കുന്നത് കേട്ടോ. ഉപ്പൊക്കെ എല്ലാവരും അവനവൻ്റെ പാകത്തിന് ഇട്ടോളുക. എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളമാക്കരുത്.
എന്നിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. വെള്ളം ചേർത്ത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല പേസ്റ്റാണ് കേട്ടോ. മുഴുവൻ അപ്പം ഇതുപോലെ അരച്ചെടുക്കട്ടെ. പിന്നെ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക കേട്ടോ, ചിലപ്പം മിക്സി നിന്ന് പോകും. അപ്പം ഈ രൂപത്തിൽ കിട്ടാൻ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുക. അപ്പം ഇതാ നല്ല പോലെ ഫുള്ള് ഞാൻ അരച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകൾ കൂടി ചേർക്കാനുണ്ട്. അപ്പം ഞാൻ 2 പച്ചമുളക് ഇട്ടണല്ലോ. ഇനി അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഇടാം നമുക്ക്. പിന്നെ അതിലേക്ക് ഇനി ഇതാ 1 ടീസ്പൂൺ നല്ല പോലെ ഹീപ്പായിട്ടാണ് മല്ലിപ്പൊടി. എന്നിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ മല്ലിച്ചപ്പില്ലേ, ഇതാ ഈ മല്ലിച്ചപ്പ് കൂടി ഇതിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ബൈൻഡിങ്ങിന് വേണ്ടി ഞാൻ ആഡ് ചെയ്യുന്നത് ഇതാ അരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടി ഇട്ട് കുഴച്ച് നോക്കുക എത്ര വേണമെന്ന്. ഞാനിപ്പോൾ ഇതാ ഇത്ര ഇട്ടിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ ഇനി ഇടാം കേട്ടോ. നിങ്ങൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഏകദേശം ഒരു ചപ്പാത്തിനേക്കാളും ലൂസായ മാവാണ് നമുക്ക് വേണ്ടത്. ഇത് കോൺഫ്ലവർ ഒരു ചെറിയൊരു ഗ്ലാസ്സാണ്. ഇത്രയും കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ചക്കക്കുരു ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ ഇടുമ്പോൾ കുറച്ചിട്ടാൽ മതി. നിങ്ങൾ എത്ര കുരു ഇട്ടണോ അതിനനുസരിച്ച് ഇതിലുള്ള ബാക്കി ഐറ്റംസ് എല്ലാം ഒന്ന് കുറയ്ക്കുക കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് നോക്കുക കേട്ടോ. ഇത് പോരാ കേട്ടോ, ഇത് ഇങ്ങനെ പിടിച്ചാൽ കിട്ടൂല. അപ്പം നമുക്ക് കുറച്ചുകൂടെ പൊടികളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ബാക്കിയുള്ള അരിപ്പൊടിയും കൂടെ ഇടാം. അത് പോരാ, കുറച്ചുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു ഗ്ലാസ്സിൽ ഇത്രയും കൂടെ, ഇത് മുഴുവനായിട്ടിടാം. ഇനി ഞാൻ നല്ല പോലെ ഒന്ന് കുഴച്ച് നോക്കട്ടെ കേട്ടോ. അരിപ്പൊടിയെല്ലാം ചേർത്ത് നല്ല പോലെ നമ്മൾ മിക്സാക്കി കേട്ടോ. ഇനി ഇതാ നമുക്കിതിലേക്കൊരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. ഇതാ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഇതാ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ. ഇങ്ങനെ തൊട്ട കയ്യിലൊട്ടും. അപ്പോൾ ഇതിൽ എത്ര പൊടി എത്ര വെള്ളം എന്നൊന്നും കണക്കില്ല. ഇതുപോലെ കിട്ടണം നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ എടുക്കുന്ന ചക്കക്കുരുവിനനുസരിച്ചായിരിക്കും മീൻ്റെത്. അപ്പം നമ്മളിതാ കൈമിൽ മാവ് ഒട്ടുമല്ലോ. അപ്പോൾ ഇതാ കൈ വെള്ളത്തിലൊന്ന് മുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് നോക്കുക. നമുക്കിങ്ങനെ ഉരുള പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മതി കേട്ടോ. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. മാവെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ കബാബിൻ്റെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ഉണ്ണിക്കാമ്പ് ഞാൻ ഇതാ ഇങ്ങനെ കഷ്ണങ്ങളാക്കി സ്ലൈസ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇങ്ങനെ എടുത്തു. എന്നിട്ട് നമ്മളതൊരു സ്റ്റിക്ക് പോലെ ഇങ്ങനെ ചെത്തിയെടുക്കുന്നു. ഇതാ ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും ഭക്ഷ്യയോഗ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണവും കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കുറേ കഷ്ണങ്ങളെല്ലാം ചീന്തിയെടുക്കുക. പൊട്ടിപ്പോകരുത് നോക്കണം. ഇതാ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചീന്തിയെടുക്കട്ടെ. ഇതാ സ്റ്റിക്സ് എല്ലാം റെഡിയാണ് കേട്ടോ. പിത്ത് സ്റ്റിക്സ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മുടെ കബാബ് ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മാവ് ഇതിൻ്റെ മേലെ കോട്ടിങ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ തൊടുക കൈ കേട്ടോ. എന്നിട്ട് കുറച്ചെടുക്കുക മാവ്. എന്നിട്ട് ഇതിൻ്റെ മേലെ ഇതാ ഇങ്ങനെ വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് എടുക്കുക കേട്ടോ.
ഇത് രണ്ടും നമുക്ക് ആരോഗ്യ ഗുണമുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ളതും പുറത്തുള്ളതും. ഉള്ളിലുള്ളത് അങ്ങനെ തന്നെ കഴിക്കാം. നമ്മൾ വടി കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതെല്ലാം മാറ്റണ്ടേ. അപ്പം ഇത് അത്രയും ഹെൽത്തിയാണ്. എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഇതാ അപ്പം നമ്മുടെ ഒരു കബാബ്, ജാക്ക് ഫ്രൂട്ട് സീഡ് കബാബ് ഒന്ന് റെഡിയായി കേട്ടോ. ഇതുപോലെ ഞാൻ എല്ലാം ചെയ്ത് വെക്കട്ടെ, ഒരു പ്ലേറ്റിൽ വെക്കാം കേട്ടോ. ചെയ്തത് നമുക്കിതാ ഇതുപോലെ. എന്നിട്ട് ഇനി ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ ചെയ്യട്ടെ. ഇതാ ഒരു സ്റ്റിക്ക് എടുക്കുക, ഒന്നുകൂടെ കാണിച്ചു തരാം. സ്റ്റിക്ക് ആണെങ്കിൽ ഇതാ വെള്ളത്തിൽ തൊടണം കൈ കേട്ടോ. എന്നിട്ട് കുറച്ച് മാവ് എടുത്താൽ മതി. നടുവിൽ തന്നെ വെച്ച് കൊടുക്കുക. സ്റ്റിക്കിൻ്റെ 2 എഡ്ജസും വിസിബിൾ ആയിക്കോട്ടെ. ഇനിയിപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങ് മാവ് ഇതിൽ പിടിക്കുന്നില്ല, ഇങ്ങ് പോകുന്നെങ്കിൽ, വെള്ളം അധികമാണെങ്കിൽ കുറച്ചുകൂടെ പൊടി, അരിപ്പൊടിയോ കോൺഫ്ലവറോ ഇട്ടിട്ട് ഒന്നുകൂടെ കട്ടിയാക്കുക കേട്ടോ. ഇതിപ്പം തിക്നെസ് എല്ലാം കറക്റ്റാണ്. അപ്പം ഞാനിനി ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതാ ഞാനൊരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. എന്നിട്ടത് ഒന്ന് സ്പ്രെഡ് ചെയ്യുക എല്ലായിടത്തേക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതാ കബാബ്, ഇത് ഓരോന്ന് അടുപ്പത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യണം. ഒരു ഭാഗം മുഴുകുമ്പോൾ അടുത്ത ഭാഗം. ഒരു ഭാഗം വേകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എല്ലാ സൈഡും വേവിക്കണം കേട്ടോ. എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ട് വേവിക്കുക. ഇതാ ഇവിടെ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ടിഷ്യൂ പേപ്പറും വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോരിയിടാം കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഞാൻ ബാക്കി കൂടി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇത്രയും ഉണ്ട് ഉണ്ടാക്കാൻ. അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത് കേട്ടോ. സമയം കൊണ്ട് വേവിച്ചെടുക്കുക. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, പക്ഷെ ഇതൊന്ന് ഞെരിഞ്ഞ് കിട്ടാൻ എണ്ണ വേണം. ഇപ്പം ഇത് കണ്ടോ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലേ. നമുക്ക് ആരോഗ്യത്തിനും ഗുണകരമാണ്. ഇതുപോലെ തന്നെ അങ്ങ് കഴിക്കുക കേട്ടോ. എണ്ണ കുറവാണെങ്കിൽ ഇതാ ഇടയ്ക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, ഓയിൽ. ഇതാ സൈഡെല്ലാം തിരിച്ചിട്ട് ഇതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. ഇതാ നമ്മുടെ കായണ്ണ സ്പെഷ്യൽ ചക്കക്കുരു കബാബ് എല്ലാം റെഡിയായി കേട്ടോ. ഇനി ഇതാ ഒരു 4 എണ്ണം കൂടെ ഉണ്ട്. ഇവരും കൂടെ ഒന്ന് റെഡിയായാൽ നമ്മളെ കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.